ഒരു പക്ഷേ നാളെ ലോകം അറിയപ്പെടുന്ന ഞങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പഞ്ചിരി പഞ്ചിരി പഞ്ചിരി. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേര് പഞ്ചിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ. ഞാനിവിടെ വീഡിയോ എടുക്കുന്നു. പഞ്ചിരിക്ക് വേണ്ടിയിട്ട് ഡേറ്റ്സ്, ഇത് ലോട്ടസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഈ വൈറ്റ് സാധനം എന്താ വെച്ചാൽ വൈറ്റ് സീഡ്. ഇവിടെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് ഗുൽ മഖാന. ദെൻ മെലൺ സീഡ്സ്. ദെൻ ഇത് എന്തോ ഒരു സാധനമാണ്. ദെൻ പിസ്ത. ദെൻ റൈസിൻസ് ഉണ്ട് ഇവിടെ. ഇതെല്ലാം 100 grams ഒക്കെ വെച്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത്. വാൾനട്ട്സ്, ഗ്രീൻ മൂൺ ഫ്ലോർ, ദെൻ കുറച്ച് റവ പൊടി, പിന്നെ നെയ്യാണ് വേണ്ടത്. നെയ്യ് ഗോപാലയുടെ നെയ്യാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വാൾനട്ട് ഇവിടെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ റോസ്റ്റ് ചെയ്ത്. പിസ്ത ഉണ്ട്, ദെൻ പംകിൻ സീഡ്സ് ഉണ്ട്, പിന്നെ ആൽമണ്ട് മാത്രം ഞങ്ങൾ ഈ സൈഡ് പോയി ഇവിടെ അതും ഒരു സൈഡിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ ലോട്ടസിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലോട്ടസ് സീഡായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഗമ്മാണ്, എഡിബിൾ ഗമ്മാണ് ഞാൻ ഇതേതൊരു സാധനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടെ റോസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ പൊടിയായിട്ടും കഴിക്കുക, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് ഒരു ബോളായിട്ടും കഴിക്കാം. പിന്നെ ജാഗറി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി വെജീസ് ഒക്കെ ആയിട്ടുള്ളവർക്കാണ് കേട്ടോ നല്ലത്. ആഫ്റ്റർ ഡെലിവറി ബോൺ ഹെൽത്തിന് നല്ല ഒരു അടിപൊളി ഒരു സൊല്യൂഷനാണിത്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടോടെ സജസ്റ്റ് ചെയ്ത് തന്നെയാണ്. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ ഈ വെജീസ് മാത്രമല്ല കഴിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവർ ഒത്തിരി പ്രിഫർ ചെയ്യുന്നതാണ്. നമ്മൾ നോൺ വെജ് ഒക്കെ കഴിച്ച് നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ട്രൈ ചെയ്യണമെന്നില്ല. അപ്പം സിസേറിയന് ശേഷമുള്ള എൻ്റെ ഒരു ബോൺ പെയിനൊക്കെ കുറച്ച് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഡെഫിനറ്റ്ലി പറയും. സ്റ്റിൽ ബാക്ക് പെയിന്, ബോഡി പെയിൻസ് ഒക്കെ ഉണ്ടാവും. അതൊരു വലിയൊരു ചേഞ്ചാണ് നമ്മുടെ ബോഡി നടന്നിട്ടുള്ളത്. ഹോർമോണൽ ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ച്, ഇതെല്ലാം മസിൽ മാസ് ചേഞ്ചസ് എല്ലാം. അപ്പം എല്ലാവരും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഗൂഗിൾ തപ്പി കിട്ടാവുന്നുള്ളൂ. നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ അത്ര നല്ലതാണ്. ഇവിടെ ഞങ്ങൾ എക്സ്ട്രാ ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തത് ഒരു ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിനായിരുന്നു. പക്ഷേ പൊടിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നേരെ പൊടിയായിട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തു. അമ്മ അതൊരു ഗ്ലാസ് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചു. നെയ്യൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ട് അതിന് ശേഷം ഞാൻ ഡെയിലി ഒരു 2-3 സ്പൂൺ കഴിക്കുമായിരുന്നു. സോ ദിസ് വാസ് വൺ ഓഫ് മൈ പോസ്റ്റ് നീറ്റൽ റിക്കവറി പ്ലാൻ.